യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എൻ്റെ പേര് സോളി റോബിൻ, ചെന്നൈയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബർ 29 ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം വെച്ചത്. മമ്മിക്ക് ക്യാൻസർ ആയിരുന്നു, ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് അറിഞ്ഞത്. എന്നിട്ടും ഞാൻ നവംബർ 29 ഉടമ്പടി എടുത്തെങ്കിലും മമ്മിക്ക് ഡിസംബർ 1 ഓപ്പറേഷൻ ചെയ്തു. നല്ല രീതിയിൽ ഒരു കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം സക്സസ്സായി നടന്നു. പിന്നെ കീമോയൊക്കെ നടന്നു, അതെല്ലാം ഭംഗിയായി നടന്നു. 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ മമ്മി ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ രണ്ടാമതായി നിയോഗം വെച്ചത് എൻ്റെ മോള് രാത്രിയിൽ കിടക്കുമ്പോൾ യൂറിൻ പാസ് ചെയ്യുമായിരുന്നു. അത് അമ്മ നിയോഗത്തിൽ 2ാമത്തെ മാസം തികയുന്നതിന് മുമ്പേ തന്നെ അത് അമ്മ എടുത്തു മാറ്റി. പിന്നെ എൻ്റെ സ്വന്തം വീട് മാടപ്പള്ളിയാണ്. അവിടെ 36 വർഷമായിട്ട് ഞങ്ങൾ നടപ്പാതെ മാത്രമേ ഉള്ളായിരുന്നു. മാതാവ് അത് ഇപ്പോൾ വണ്ടി വീട്ടിൽ വരുന്നത് പോലെ റോഡ് തന്ന് സഹായിച്ചു. അത് ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഈയിടെ എനിക്ക് തലയ്ക്ക് ഭയങ്കരമായിട്ട് വേദന വന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവിനോട് പറയും, നീ വിശ്വാസം പ്രമാണം ചൊല്ല്. ഞാൻ ചൊല്ലും. ഇടയ്ക്ക് നിർത്തുമ്പം പറയും, നീ ചൊല്ല്. ഒരു അമ്മ നമ്മളെ എങ്ങനെ സഹായിച്ച് പറയുന്നു അതുപോലെ പറയിക്കും. അങ്ങനെ ഞാൻ അടുപ്പിച്ച് ചൊല്ലും. അങ്ങനെ ചൊല്ലി എനിക്ക് ഒത്തിരി മാറി. അത് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. എനിക്ക് തിരിയില്ല, ചെന്നൈയിലായതുകൊണ്ട് തിരിയൊന്നും കിട്ടിയില്ല. ഞാൻ മാതാവിനോട് പറയും, എൻ്റെ കയ്യിൽ വെളുത്ത ഒരു തിരി മാത്രമേ ഉള്ളൂ, മാതാവ് ഇത് സ്വീകരിക്കണം. എന്നിട്ട് അമ്മ ഞാനത് കത്തിക്കുമ്പോൾ അമ്മേനോട് പറയും, നീ ഇത് തലയ്ക്ക് ചുറ്റിനും 7 തവണ വലയം ചെയ്തിട്ട് ഈശോയെ അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ആ ഒരു പ്രയർ ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. മാതാവിനോട് പറയും, നീ ഇത് 7 തവണ ചൊല്ലിയിട്ട് പോയി പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറയും. മാതാവ് എങ്ങനെയാണോ നമ്മുടെ കൂടെയുണ്ട്. മാതാവിനെ മുറുകെ പിടിച്ചാൽ നമ്മളെ കൈവിടിയില്ല. പക്ഷേ അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം ഗുളിക കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇച്ചിരി കഴിച്ചു കഴിഞ്ഞ് മാതാവിനോട് പറഞ്ഞു, ഞാനിനിയും കഴിക്കത്തില്ല, എൻ്റെ മാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നാൽ മതി, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും. എനിക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ആത്മീയമായിട്ട് ബൈബിൾ വായിക്കും, പ്രാർത്ഥനയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മാതാവിനോട് എനിക്ക് പണ്ട് തൊട്ടേ നല്ല ഭക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ മാതാവിനെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കൃപാസനത്തെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ നമ്മൾ ആരോടേലും ഞാനിപ്പം പറഞ്ഞെന്ന് വെച്ചോ, അപ്പോൾ ഒരു കുളിരാണ്, നമ്മുടെ മേലാകെ കുളിരാണ്. മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മളറിയും, ഞാനേ അതിശയിച്ച് പോവും, എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ എന്ന് ഓർക്കും. അതൊക്കെ വലിയ. അതുപോലെ തന്നെ എപ്പോഴും ഒരു നീല കളറ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോഴെല്ലാം മാതാവ് പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതേപോലെ ഞാൻ സങ്കടപ്പെട്ട ഒരു ദിവസം ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ ഈശോനോട് സംസാരിച്ചില്ല. യെശയ്യാ 30:20, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മാതാവിനെ മുറുകെ പിടിച്ചാൽ മാതാവ് നമ്മളെ കൈവിടിയത്തില്ല. പക്ഷേ നമുക്ക് സഹനങ്ങളൊക്കെ തരും. സഹനങ്ങളിലൂടെ എനിക്കിങ്ങനെ തലയ്ക്ക് ഈ വേദനയൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, പ്രാർത്ഥിച്ച് നിനക്ക് വട്ടായി പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയും. പക്ഷേ നമ്മൾ മാതാവിൻ്റെ കൈ വിടരുത്, മാതാവിനെ മുറുകെ പിടിക്കണം. അപ്പോൾ മാതാവ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് എൻ്റെ ജീവിതം ഒരു സാക്ഷ്യം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നടത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.